ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. സോ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഗ് ബിരിയാണിയുടെ റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങൾക്ക് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറേ അധികം സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് എഗ് ബിരിയാണി ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് തന്നെ എഗ് ബിരിയാണിക്ക് നമ്മൾ ഉള്ളി വേണം, ഉള്ളി തക്കാളി. സോ ഞാനിവിടെ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി അരിയുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഭയങ്കരമായിട്ട് വെള്ളം. പക്ഷെ അത് നോർമലാണ്, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഉള്ളി അരിയുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം. ഞങ്ങൾക്ക് കട്ടിംഗ് പാഡൊന്നും ഇല്ല, ബിക്കോസ് നമ്മൾ PG-യിലാണ് നിൽക്കുന്നത്. ഒന്നും കൂടി ഞാൻ പറയുന്നു, നമ്മൾ ഹോസ്റ്റലേഴ്സല്ല, നമ്മൾ കോളേജിൽ പോകുന്ന സ്റ്റുഡൻസാണ്. ഇതിന് ശേഷം നമ്മളൊരു കുക്കർ എടുത്തു, കുക്കറിലോട്ട് എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, പിന്നെ മുളക് ഇട്ടു. എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടുമാണ്. ആക്ച്വലി ഇന്ന് ബിരിയാണി കുക്ക് ചെയ്യാമെന്നുള്ളത് അവളുടെ ഐഡിയ ആയിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ഉള്ളി അരിഞ്ഞത് ഇട്ടു. അതിനുശേഷം പിന്നെ നമ്മൾ തക്കാളി ഇട്ടു. പിന്നെ അരി കുറച്ച് നേരം വെള്ളത്തിൽ വെക്കണമെന്ന് ഞങ്ങൾ പകുതി എത്തിയപ്പോഴാണ് ആലോചിച്ചത്. പിന്നെ മുട്ട ബിരിയാണിക്ക് മുട്ട വേണം എന്തായാലും. സോ മുട്ട ഞങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അത് മീൻസ് ലൈക്ക് നമ്മൾ കുറച്ച് സ്ട്രൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മസാല ഇടുമ്പോൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റാണെന്ന് അവൾ പറഞ്ഞു. സോ അതിന് ശേഷം നമ്മളെല്ലാ മസാലകളും ഇടുന്നുണ്ട്. ചിക്കൻ മസാല, ഗരം മസാല, കൊറിയാണ്ടർ പൗഡർ, പിന്നെ ഉപ്പ്, മുളക് പൊടി എല്ലാം. ചിക്കൻ മസാല, മുട്ടക്കറിയിൽ ചിക്കൻ എന്ത് കാര്യം എന്ന് നിങ്ങൾ ചോദിക്കാൻ പാടില്ല, ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. സോ അതിന് ശേഷം എല്ലാ സാധനങ്ങളും എല്ലാം നമ്മൾ കുക്കറിലിട്ടു. വെള്ളം തീർന്നിരിക്കുകയാണ്. ഇനി വെള്ളം ഞങ്ങൾ വിളിച്ച് പറഞ്ഞാൽ വെള്ളം കൊണ്ടുവന്ന് തരും. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ വെള്ളം ഇട്ടു. പിന്നെ അതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ബിരിയാണി അടിപൊളിയായിരുന്നു. കഴിച്ചപ്പോഴും അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.